നമസ്കാരം. മീഡിയ വൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വേനൽക്കാല രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത്. ചൂട് കൂടിയതോടെ പല രോഗങ്ങളുമായി ആളുകൾ പ്രയാസപ്പെട്ടു തുടങ്ങി. നിർജ്ജലീകരണം, പകർച്ചവ്യാധികൾ, സൂര്യാഘാതം മൂലമുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലാണ് രോഗങ്ങൾ വരുന്നത്. ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്ന് കോൾ സെന്റർ വിശദമാക്കുന്നത്. ഇതിനായി നമ്മോടൊപ്പം ഡോക്ടർ മുഹമ്മദ് ത്വയ്ബ് ചേരുന്നുണ്ട്. അദ്ദേഹം കോഴിക്കോട് ഇക്ര ആശുപത്രിയിലെ ഫിസിഷ്യനാണ്. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം ചോദിക്കാം. സ്വാഗതം ഡോക്ടർ കോൾ സെന്ററിലേക്ക്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ ചൂട് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴ മുന്നറിയിപ്പൊക്കെ വരുന്ന പോലെയാണ് യെല്ലോ അലേർട്ട് എന്നുള്ള രീതിയിലൊക്കെ മുന്നറിയിപ്പുകൾ വരുന്നത്. അപ്പം ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ പൊതുവെ ഈ വേനൽക്കാലത്ത് കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? സാധാരണഗതിയിൽ വേനൽക്കാലത്ത് കാണുന്ന രോഗങ്ങൾ നമുക്ക് 3 രീതിയിൽ തിരിക്കാം. ഏറ്റവും ആദ്യം ഇപ്പോൾ ചൂടാണല്ലോ മെയിൻ. അപ്പോൾ ഈ ചൂടിനോട് വെയിലിനോട് ഡയറക്റ്റ് എക്സ്പോഷർ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ആദ്യത്തെ ഗണം. ഇതിൽ മെയിനായിട്ട് ഈ ഉച്ച സമയത്ത്, ഇപ്പോൾ 11 മണി മുതൽ 3 മണി ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന വെയിലിനോട് എക്സ്പോഷർ ഉണ്ടായേക്കാവുന്ന സാധ്യതയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവുക. മലയാളത്തിൽ നമ്മൾ സൂര്യാഘാതം എന്ന് പറയും. ഹീറ്റ് സ്ട്രോക്ക് എന്നുള്ള വിഭാഗത്തിലാണ് ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം വരിക. വിവിധ ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ ഒരു ചെറിയ എക്സ്പോഷർ ഉള്ളൂ. ആദ്യം കാണുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു തലകറക്കമൊക്കെ ഫീൽ ചെയ്യാം. ഹീറ്റ് സിങ്കോപ്പ് എന്നാണ് പറയുക. ഇനി രണ്ടാമത്, അതിലും നമ്മളതിന് വേണ്ടത്ര കെയർ ചെയ്തില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ഹൈഡ്രേറ്റ് ചെയ്തില്ല, ഷാഡോയിലേക്കൊന്നും മാറിയിരുന്നില്ല, എക്സ്പോഷർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവുക വെച്ചാൽ ഹീറ്റ് ക്രാംസ്, അത് മസിൽസിനൊക്കെ ഒരു ക്രാമ്പി പെയിൻസ് ഉണ്ടാവാം, നല്ല വേദന അനുഭവപ്പെടാം. അതിന് കാരണം ഈ മസിലിലുള്ള ഡീഹൈഡ്രേഷനാണ്. ഈ മസിലിന് വേണ്ടത്ര ഹൈഡ്രേഷൻ കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ഹീറ്റ് എക്സോഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലെത്താം. അതൊരു ഓവറോൾ തളർച്ച അനുഭവപ്പെടാം, കുറച്ചൊരു ഛർദ്ദിക്കാനുള്ള ഫീൽ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥക്കാണ്. ഈ 3 കണ്ടീഷൻ വരെ നമുക്ക് എന്ത് ചെയ്യാം, അതേ സിറ്റുവേഷനിൽ നമുക്ക് അതിൻ്റെ ചികിത്സയും പ്രൊവൈഡ് ചെയ്യാം. അതിന് ഹോസ്പിറ്റലിൻ്റെ ആവശ്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ഈ എക്സ്പോഷർ തടയാം, ഒരു ഷാഡോയിലേക്ക് മാറ്റാം. അത്യാവശ്യം നല്ലൊരളവിൽ അവർക്ക് വെള്ളം അവൈലബിൾ ആക്കുക. എത്ര ഒരു 500-600 ml ഉടനെ കുടിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, ശരീരം തണുപ്പിക്കത്തക്ക രീതിയിൽ ഒന്ന് വെള്ളമൊക്കെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ആക്കി കൊടുക്കാം. ഒന്ന് മൊത്തത്തിൽ ശരീരത്തെ ഈ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാം. അതപ്പോൾ തന്നെ ശരിയാവും ചെയ്യും. പിന്നെ ഫർദർ എക്സ്പോഷർ ഇല്ലാതിരുന്നാൽ തന്നെ ആ സിറ്റുവേഷൻ അവിടെ എൻഡ് ചെയ്യും. ഇതിലും നമ്മൾ വേണ്ടത്ര കെയർലെസ് ആയിട്ട് പോയി, അല്ലെങ്കിൽ വീണ്ടും എക്സ്പോഷർ കണ്ടിന്യൂ ചെയ്തു, സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹീറ്റ് പൈറക്സിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എത്താം. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതിലും കൂടുതൽ പോയി കഴിഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്ക്, അതിനാണ് സൂര്യാഘാതം എന്ന് നമ്മൾ സാധാരണ പറയാം. ഈ സിറ്റുവേഷനിൽ സാധാരണ ഒരു അബോധാവസ്ഥയിലേക്ക് ആൾ പോവാം, അപസ്മാരങ്ങൾ ഉണ്ടാവാം. കുറച്ചൊരു സിറ്റുവേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് നമ്മൾ ആ സൈറ്റിൽ വെച്ച് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന സിറ്റുവേഷനിൽ ഉടനെ വൈദ്യസഹായം തേടുന്നതാണ് നല്ലത്. കാരണം ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞതിന് ഒരു 40%, 40% മോർട്ടാലിറ്റി ഉണ്ട്. മരണസാധ്യത 100 ആൾക്കുണ്ടായാൽ 40 ആൾക്ക് സൂര്യാഘാതം എന്ന് പറയുന്ന കണ്ടീഷനിൽ 40% മരണസാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അതിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത് ചികിത്സിക്കുക എന്നുള്ളത്. ഹോസ്പിറ്റലിൽ എത്തിയാലും നമുക്കവർ വായിലൂടെ വെള്ളം കൊടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലായിരിക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇൻട്രാവീനസ് ആയിട്ട് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യുക, എത്രയും പെട്ടെന്ന് അവരുടെ ആ ശരീരത്തിലേക്ക് വേണ്ടത്ര വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ചികിത്സ. ഈ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ മാറ്റം വരുന്നതിന് അനുയോജ്യമായിട്ട് തന്നെ, അനുസൃതമായിട്ട് തന്നെ സോഡിയം, പൊട്ടാസ്യം ഇങ്ങനത്തെ ലവണങ്ങളിലും മാറ്റങ്ങൾ വരാം. അപ്പോൾ അതും ഈ സിറ്റുവേഷൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും ഇതിൻ്റെ അളവൊക്കെ എത്രയും പെട്ടെന്ന് പരിശോധിച്ച് അതിന് അനുയോജ്യമായ ഫ്ലൂയിഡ് IV ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആ സമയത്ത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്. ഡോക്ടർ, ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം? ഫസ്റ്റ് എയ്ഡിൽ മെയിനായിട്ടുള്ള കാര്യം ആ എക്സ്പോഷർ തടയുക എന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്നൊരു ഷാഡോയിലേക്ക് മാറ്റുക. വെയിൽ പിന്നെ എക്സ്പോഷർ ഉണ്ടാവരുത്. ശരീരം എത്രയും പെട്ടെന്ന് കൂളയത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ കൈ കാലൊക്കെ മുക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അകത്തേക്ക് അവരുടെ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലും ഡീഹൈഡ്രേഷൻ കാരണമാണ് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് അവർ പോവുക. അപ്പോൾ അതിനെ ഹൈഡ്രേറ്റ് ചെയ്യത്തക്ക രീതിയിൽ അത് എന്ത് വെള്ളമാണെങ്കിലും, നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിക്കാം, കഞ്ഞി വെള്ളം ഉപയോഗിക്കാം, നാരങ്ങ വെള്ളം ഉപയോഗിക്കാം, എന്ത് വെള്ളമാണെങ്കിലും ഉപ്പിട്ട ടൈപ്പ് വെള്ളങ്ങളാണ് കുറച്ചുകൂടി നല്ലത്. കാരണം സോഡിയം, പൊട്ടാസ്യം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അതിൽ ഗുണം ചെയ്യാം.
ORS. അപ്പോൾ എന്ത് വെള്ളമാണോ നമുക്ക് അവിടെ എത്രയും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളത്, ശുദ്ധജലമാണെങ്കിൽ അതും എത്രയും പെട്ടെന്ന് ഒരു 500-600 അയാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അയാളെ ശരീരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് അറ്റ് ദ സൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഘരപരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വെള്ളം കുടിക്കണം. നമ്മൾ സാധാരണഗതിയിൽ തന്നെ ഇപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ തന്നെ ഈ സിറ്റുവേഷനിലുള്ള ഭക്ഷണ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതാണ്. നമ്മൾ സാധാരണ അളവിൽ കഴിക്കുന്ന ഖരവസ്തുക്കളുടെ അളവ് കുറയ്ക്കുകയും അതിനനുയോജ്യമായ അളവിലോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അളവിലോ വെള്ളം കൂടുതൽ കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര ലിറ്റർ? ഒരു സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 100-200 ml ഒക്കെ ഉണ്ടാവുക അതിൻ്റെ ഗ്ലാസിൻ്റെ അളവ്. അത് ഭക്ഷണത്തോട് അനുബന്ധിച്ചൊക്കെ നമ്മൾ കുടിക്കുന്ന ഒരളവും അല്ലാതെ നമ്മൾ സിറ്റുവേഷനിലായിട്ട് കുടിക്കുന്ന അളവെല്ലാം കൂടി കൂട്ടിയാലും ഒരു ഏകദേശം ഒരു 1 to 1.5 ലിറ്ററൊക്കെ എത്തും. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ വെയിലിൻ്റെ സാധ്യത, ഇപ്പോഴത്തെ വേനൽക്കാലത്തിൻ്റെ സാധ്യതയിലും ഒരു 3 ലിറ്ററെങ്കിലും അറ്റ്ലീസ്റ്റ് ശരീരത്തിൽ വേണം. അപ്പോൾ ആ അളവിൽ ഇരട്ടിയോളം ഉള്ള രീതിയിൽ ഈവൻ വിത്തൗട്ട് നമുക്ക് ദാഹമൊന്നും ഫീൽ ചെയ്യാതെ തന്നെ നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഈ സിറ്റുവേഷനിൽ ഈ വെള്ളം എന്ന് പറയുമ്പോഴും വെള്ളങ്ങളല്ല ജ്യൂസ്. നമ്മളിപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ജ്യൂസസ് എല്ലാം ഇതിന് അനുയോജ്യമാണ്, എല്ലാ ടൈപ്പും. വേറെ ഏതെങ്കിലും അസുഖങ്ങൾ കാരണം ഏതെങ്കിലും റെസ്ട്രിക്ഷൻസ് ഇന്ന ഫ്രൂട്ട്സിനുണ്ട് എന്നൊക്കെ ഉള്ളതല്ലാത്ത ആളുകൾക്കെല്ലാം എല്ലാ ടൈപ്പ് വെള്ളങ്ങളും അനുയോജ്യമാണ്. സിറ്റുവേഷന് എല്ലാ ദിവസവും ഒരേ ചോയ്സ് എന്തായാലും ഒരാൾക്ക് നല്ലതല്ല. ഡിഫറെൻറ്റ് ഫ്രൂട്ടുകളിൽ ഡിഫറെൻറ്റ് ലവണങ്ങളും മിനറൽസും വൈറ്റമിൻസൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ജ്യൂസസ് നമുക്ക് അവൈലബിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ജ്യൂസ് ഐറ്റംസ് ആയിട്ടോ അല്ലെങ്കിൽ സാധാരണ വെള്ളമായിട്ടോ നിർജ്ജലീകരണം തടയാന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ സാധാരണ ശുദ്ധമായ വെള്ളം, നമ്മളിപ്പോൾ ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ആളുകൾക്കും ചിലപ്പോൾ അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല, സിറ്റുവേഷനൊക്കെ പലർക്കും പല അവസ്ഥയിലായിരിക്കും. സാധാരണ വെള്ളം തന്നെ ഇതിനനുയോജ്യമാണ്, അത് നന്നായി അളവിൽ ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തു നിന്നുള്ള വെള്ളങ്ങൾ ഒരു തരത്തിലും അനുയോജ്യമല്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ തിളപ്പിച്ചാറിയ ശുദ്ധമാണെന്ന് ഉറപ്പിക്കുന്ന വെള്ളമാണ് ഏറ്റവും കൂടുതൽ ഇതിനനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവ് നന്നായി വർദ്ധിപ്പിക്കുക. നമ്മൾ എക്സ്പോഷറുള്ള രീതിയിൽ ജോലിക്ക് പോകുന്ന ആളുകളോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ യാത്ര പോകുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് മണിക്കൂറിൽ ഒരു 100-200 ml എന്നുള്ള രീതിയിൽ അതിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധിവരെ തടയാം. ഈ 11 മണി മുതൽ 3 മണി വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ പുറത്തുള്ള ജോലികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നാണ് മുന്നറിയിപ്പുകൾ ഉള്ളത്. പക്ഷേ അതേസമയത്ത് തന്നെ ആ സമയത്ത് ജോലി ചെയ്യേണ്ട അവസ്ഥ ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയത്തുള്ള ആ സമയത്തിൻ്റെ പ്രത്യേകത, ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള വെയിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് നമ്മൾ എക്സ്പോഷറിനനുസരിച്ച് ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്കെല്ലാം നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ അതിന് തടയാൻ വേണ്ടിയിട്ട് എക്സ്പോഷർ അത്യാവശ്യമുള്ള നടപടിയാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. നിസാമുദ്ദീനാണ് വിളിക്കുന്നത്. നിസാമുദ്ദീൻ ചോദിച്ചോളൂ ഡോക്ടറോടാ. സാറേ, ഞാൻ ഈ കനാലിന്റെ സൈഡിലാ താമസം. ഓക്കെ. ചൂട് കൂടുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കനാൽ വെള്ളത്തിനകത്ത്, വലിയ കനാലാ. ഓക്കെ. അത് ഇപ്പൊ ഇച്ചിരി നേരം കിടക്കും, കയറി വരും, പിന്നെ ഇച്ചിരി നേരം കിടക്കും. ഇപ്പൊ ഒരു 5-6 അടുത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു പാട് മാതിരി വന്നു. ഓക്കെ. അത് പിന്നെ വെള്ളത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ. ഒരു പ്രശ്നമില്ല. തെന്മല്ല ഡാമിൽ നിന്ന് വിടുന്ന വെള്ളം അതിന് തൊട്ടടുത്ത നമ്മൾ താമസം. അല്ലാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് കൂടുതലായിട്ട് കുളി വർദ്ധിപ്പിക്കുന്നതിനോ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ചൂടിനനുസരിച്ച് കൂടുതൽ സമയം വെള്ളം ഉപയോഗിക്കുന്നതിനോ സാധാരണ ഒരു സ്കിൻ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും കാണാറില്ല. ഇനി അഥവാ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രത്യേക ലീഷൻസോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള പാടുകളൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അനുയോജ്യമായിട്ട് ഒരു സ്കിന്നിൻ്റെ ആളെ തന്നെ കണ്ടിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. സാർ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് 11 to 3 മണി വരെയുള്ള. അപ്പോൾ ആ സമയത്ത് എക്സ്പോഷർ അത്യാവശ്യമുള്ള ആളുകൾ അഥവാ നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വെള്ളത്തിൻ്റെ അളവ് തന്നെയാണ്. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ അവർ മണിക്കൂറിൽ 200-300 ml എന്തായാലും കുടിച്ചിരിക്കണം നിർബന്ധമായിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം, അവരുടെ വസ്ത്രത്തിൻ്റെ സെലക്ഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് കുറച്ച് ലൂസായിട്ടുള്ള ടൈറ്റായിട്ടുള്ള ഡ്രസ്സസ് ഒന്നും ഉപയോഗിക്കാതെ കുറച്ച് ലൂസ് കോട്ടൺ ഡ്രസ്സസ്. രണ്ടാമത്തേത് അതിൻ്റെ കളറ് സെലക്ഷൻ, ഒരു ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് മാറിയിട്ട് ലൈറ്റായിട്ടുള്ള ഡ്രസ്സസ്. ഇങ്ങനത്തെ ഒക്കെ സെലക്ഷൻ നിർബന്ധമാണ്. കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള
വെള്ളത്തിൻ്റെ നഷ്ടത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മിനിമാക്കുന്ന രീതിയിൽ, വെള്ളത്തിൻ്റെ നഷ്ടം ശരീരത്തിൽ നിന്ന് മിനിമാക്കുന്ന രീതിയിൽ ഉള്ള എല്ലാ നടപടികളും ഇത്തരം ആളുകൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ ലക്ഷണങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും രീതിയിലുള്ള മസിൽ ക്രാംസ്, ഒരു തലകറക്കം പോലെ ഫീൽ ചെയ്യുന്നു, ഛർദ്ദിക്കാനുള്ള, ഇതൊക്കെ ഹീറ്റ് സ്ട്രോക്കിൻ്റെ ഏർലി സ്റ്റേജസിലെ സിംറ്റംസ് ആണ്. അപ്പോൾ അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഷെയ്ഡിലേക്ക് മാറിക്കുക, വെള്ളം കുറച്ചും കൂടി ഉപയോഗിക്കുക, ശരീരം ഒന്ന് തണുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത എക്സ്പോഷറിലേക്ക് പോകാവൂ. പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് നമ്മുടെ നോമ്പുകാലം കൂടിയാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നോമ്പിൻ്റെ സമയത്ത് നോമ്പുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ പറഞ്ഞ 3 to 4 ലിറ്റർ പെർ 24 hour, ഇപ്പോൾ 24 മണിക്കൂറിൽ എന്തായാലും 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം എത്തണം. അപ്പോൾ അത് ഫാസ്റ്റിങ്ങിൻ്റെ സമയം, പകൽ സമയത്താണല്ലോ ഫാസ്റ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ ഫാസ്റ്റിംഗ് മുറിച്ച ഉടനെ അതിൻ്റെ ബാക്കിയുള്ള നൈറ്റ് അവേഴ്സിൽ ഈ പറഞ്ഞ അളവിലുള്ള വെള്ളം പല ഘട്ടങ്ങളിലായിട്ട് എന്തായാലും നമ്മളകത്തെത്തണം. പ്രത്യേകിച്ച് നമ്മളെ മേഖലയിലൊക്കെ ഈ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള വിഭവങ്ങളുടെ ആധിക്യം മൂലം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്ര വിഭവങ്ങൾ ഉണ്ടെങ്കിലും അതിലൊക്കെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ജ്യൂസ്, വെള്ളം, ഇങ്ങനത്തെ സാധനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും, അത് ഘട്ടം ഘട്ടമായിട്ട്, ഇപ്പം തുറക്കുമ്പോൾ തന്നെ കൂടുതൽ കഴിച്ചാൽ അത് വലിയ ഗുണമുണ്ടാവില്ല. ഘട്ടം ഘട്ടമായിട്ട് ഈ പറഞ്ഞ അളവിൽ രാത്രി സമയത്ത് അത് പകൽ സമയത്തേക്കുള്ള വെള്ളം കൂടി രാത്രി സമയത്ത് സെല്ലുകൾക്കൊക്കെ എത്താം. കുറച്ച് അധികം യൂറിൻ പാസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാം. ഇനീഷ്യൽ നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചിട്ട് ഒരു ഇനീഷ്യൽ യൂറിനേഷൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അധികം ഉണ്ടാവും. പക്ഷേ നിർജ്ജലീകരണത്തിൻ്റെ മൊത്തത്തിലുള്ള തോത് ടോട്ടൽ നമ്മളെടുത്ത വെള്ളത്തിന് അനുയോജ്യമായിട്ടുണ്ടാവുക. അപ്പം നന്നായി രാത്രി വെള്ളം കുടിച്ചാൽ പകൽ സമയത്ത് വൈകുന്നേരം ആവുന്നത് വരെ സെല്ലുകളിലൊക്കെ ഉള്ള ഡീഹൈഡ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ ഇങ്ങനത്തെ അസുഖങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ ഈ മഴക്കാലത്തെ പോലെ തന്നെ പകർച്ചവ്യാധികളുടെ, വേനൽക്കാലത്ത് പകർച്ചവ്യാധികൾ മഴക്കാലത്തിൻ്റെ അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ അതിലുള്ള പ്രത്യേകത മിക്കവാറും ഈ പകർച്ചവ്യാധികൾ വെള്ളത്തിൽ നിന്ന് പകരുന്നതാണ്. ഈ വെള്ളത്തിൻ്റെ സ്രോതസ്സുകളൊക്കെ ഈ സമയത്ത് വളരെ മിനിമം വെള്ളം ഉള്ളതുകൊണ്ട് അതെല്ലാം മലിനപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന വെള്ളങ്ങളിലൊക്കെ ഈ അവൈലബിലിറ്റി കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മലിനാവാനുള്ള സാധ്യത അത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതൽ പകരാൻ സാധ്യതയുള്ളത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയാണ്, വേനൽക്കാലത്താണെങ്കിലും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ അഥവാ നല്ല ശുദ്ധമായ വെള്ളമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന പകർച്ചവ്യാധികൾ ഒന്ന് സാധാരണ ഡയറിയൽ ഡിസീസ്, വയറിളക്കങ്ങൾ, അതും ഈ പറഞ്ഞ കോളറ, അങ്ങനത്തെ ടൈപ്പൊക്കെ രോഗാണുക്കൾ ഉണ്ടാവാം. പക്ഷേ റെയറായിട്ടേ ഉണ്ടാവാറുള്ളൂ. സാധാരണ ഡയറിയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു രോഗാണു എത്തുന്നു, അത് നമ്മളെ ദഹന പ്രക്രിയയൊക്കെ ബാധിക്കുന്നു, കൂടുതൽ ലൂസ് സ്റ്റൂള്, വൊമിറ്റിങ്, ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നു. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അബ്ദുൽ ഖാദറാണ് വിളിക്കുന്നത്, പാലക്കാട് നിന്ന്. അബ്ദുൽ ഖാദർ, ചോദിച്ചോളൂ ഡോക്ടറോടാ. ഹലോ. ഹലോ. ഡോക്ടർ. കേൾക്കാം. ഞാനും പാലക്കാട് ചെർപ്പളശ്ശേരി. പറയൂ. എനിക്ക് മൂത്രം വളരെ കമ്മിയാ പോകുന്നത് ഇപ്പൊ ഈ ടൈം ആയപ്പോ. ഈ ചൂട് നേരത്തെ ഒക്കെ ക്ലിയർ ആയി പോയിന്നാണ്. താമസമുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പോകാനൊക്കെ. അപ്പൊ വേറെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ഉള്ള ആളാണോ? അങ്ങനെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കത്തക്ക രീതിയിൽ അസുഖങ്ങളൊന്നും ഉള്ള ആളല്ല? ഇല്ലല്ല, മരുന്നൊന്നും കഴിക്കുന്നില്ല. മൂത്രം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാല് വളരെ സ്ലോ ആയിട്ട് പോയി പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും പോവുക. അങ്ങനെ. നിങ്ങളെ പ്രായം എത്രയാണ്? പ്രായം 57. ഓക്കെ. സാധാരണഗതിയിൽ നമുക്ക് ഈ സമയത്ത് മൂത്ര സംബന്ധമായ അസുഖങ്ങളും കൂടുതൽ കാണുന്ന ഒരു കാലം തന്നെയാണ് ഈ വേനൽക്കാലം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 2 സാധ്യതകളാണ് അതിനുള്ളത്. ഒന്ന്, മൂത്രത്തിലുള്ള പഴുപ്പുകൾ ഇതേപോലെ ഫീൽ ചെയ്യാം. മൂത്രമൊഴിക്കുമ്പോൾ ചെറിയ പുകച്ചിൽ, കടച്ചിലൊക്കെ ഉണ്ടാവാം. ഒരു ഫ്രീക്വൻസി കൂടെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവാം. പോയിരുന്നാൽ അത്ര അധിക അളവിൽ ചിലപ്പോൾ മൂത്രം പോയിക്കൊള്ളണമെന്നില്ല, ഡിലേ ഉണ്ടാവാം. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്, ഒന്ന്, വെള്ളത്തിൻ്റെ അളവ് ഈ പറഞ്ഞ പോലെ നന്നായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധിവരെ അതിനെ തടയാനും ഉള്ള മൂത്രത്തിൽ പഴുപ്പ് തന്നെ ഒരു പരിധിവരെ സുഖമാവാനും അത് മതി. ഇനി ഇല്ല, അത് സിറ്റുവേഷൻ അതിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ യൂസൊക്കെ വേണ്ടി വരും.
അപ്പോൾ ഡോക്ടറെ കണ്ട് മൂത്രം ടെസ്റ്റ് ചെയ്ത് പഴുപ്പ് ഏതാണ് രോഗമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് അനുയോജ്യമായ ഒരു ആൻറ്റിബയോട്ടിക് വേണ്ടി വരും. ഇനി വേറൊരു നിങ്ങളെ ഏജ് പറഞ്ഞതുകൊണ്ടും മെയിൽസ് ആയതുകൊണ്ടും ഒരു സാധാരണ കാണുന്നൊരു പ്രശ്നം ഈ പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടും മൂത്രത്തിന് ചെറിയ തടസ്സങ്ങളും ഒരു ഫ്രീക്വൻസി കൂടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്കാനുകളൊക്കെ അവൈലബിൾ ആണ്. യൂറോളജിസ്റ്റിനെ ബന്ധപ്പെടുക അല്ലെങ്കിൽ സാധാരണ ഫിസിഷ്യനെ കണ്ടാൽ തന്നെ ആ സ്കാനൊക്കെ ചെയ്തിട്ട് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിക്ക് പ്രത്യേകിച്ച് വലിപ്പ കൂടുതലോ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ എന്നും കൂടി ഒന്ന് ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സിംറ്റമായിട്ട് കാണുമ്പോൾ. ഡോക്ടർ, നമുക്ക് ഏതായാലും ഒരു ചെറിയ ഇടവേള ആവശ്യമാണ്. കോൾ സെന്റർ തുടരുന്നു. വേനൽക്കാല രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകനുണ്ട്. കാജ ഹുസൈനാണ് പാലക്കാട് നിന്ന്. ചോദിച്ചോളൂ ഡോക്ടറോടാ. അതെ, ഹലോ. ഹലോ കേൾക്കാം, പറയൂ. ഹലോ സാറേ, ഞാനിപ്പം പാലക്കാട് നിന്നാണ്, കാജ ഹുസൈൻ. ഓ, പറയൂ. എനിക്ക് ഹലോ, പറഞ്ഞോളൂ കേൾക്കാം. എനിക്ക് അറ്റാക്ക് കഴിഞ്ഞ ബ്ലോക്ക് എടുത്തതാണ്. ഓക്കെ. നോമ്പെടുത്തപ്പോ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. വീണ്ടും വേദന പോലെ ഫീൽ ചെയ്യുന്നു? എന്താ അതുകൊണ്ടുള്ള വേദനയൊന്നുമില്ല, ബാക്ക് സൈഡ് വേദനയുണ്ട്. ഓക്കെ. അതുകൊണ്ട് ചൊറിച്ചിലൊക്കെ ചില ഭാഗത്ത് ചൊറിച്ചിൽ വരുന്നുണ്ട്, മൂത്രം ശരിക്കും പോകുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ പിന്നെ അറ്റാക്ക് കഴിഞ്ഞു അതിൻ്റെ മരുന്നുകൾ കഴിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ടതല്ല. കുറച്ച് പേർക്ക് അതിൻ്റെ ഡ്രഗിൻ്റെ കൂട്ടത്തിൽ, അതിൻ്റെ മരുന്നുകളുടെ കൂട്ടത്തിൽ ചിലപ്പം മൂത്രത്തിൻ്റെ അളവ് കൂടാൻ വേണ്ടിയിട്ട്, ശരീരത്തിൽ നിന്ന് കുറച്ചുകൂടി നീര് പോകാൻ വേണ്ടിയിട്ടുള്ള ചില മരുന്നുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഡോക്ടറോട് തന്നെ ഒന്ന് അന്വേഷിക്കുന്നതാണ് നല്ലത്. അത്തരം മരുന്നുകൾ ഉണ്ടെങ്കിൽ ഈ വേനൽക്കാലത്ത് അഥവാ ചൂട് കൂടിയ സമയത്ത് നിർജ്ജലീകരണത്തിന് സാധ്യതയുള്ള സമയത്ത് അതിൻ്റെ ഡോസ് ഒന്ന് കുറക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് വേണ്ടാന്ന് വെക്കാറുണ്ട്. അപ്പോൾ അത്തരം എന്തെങ്കിലും ഒരു മരുന്ന് നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് അറ്റാക്ക് കഴിഞ്ഞ ആളുകൾ മാത്രമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയങ്ങളൊന്നുമില്ല. കുറച്ച് വെള്ളത്തിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ പല ഭാഗത്തും ചൊറിച്ചിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ വിയർപ്പ് കൂടുന്ന സമയത്തൊക്കെ കാണപ്പെടാവുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഹൈജീനിക് വൃത്തിയാക്കുന്ന പ്രോസസ്സ് 1, 2, 3 പ്രാവശ്യമൊക്കെ നല്ല സോപ്പ് തേച്ച് എല്ലാ ഭാഗത്തും ഈ വിയർപ്പൊക്കെ കളയുന്ന രീതിയിൽ കുളിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല മാർഗം. പിന്നെ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് തന്നെ ആയിരിക്കാം ചിലപ്പം കാരണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അധികം വെള്ളം ശരീരത്തിലേക്ക് എത്തിക്കുക, നന്നായി കുടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു മാർഗം. രണ്ടാമത്തേത്, ഏതെങ്കിലും തരത്തിൽ അത് ഒരു മൂത്രത്തിൽ പഴുപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ കാരണമാണോ എന്നുള്ളത് മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നതും നന്നായിരിക്കും. ശരി കാജാവ്സേ. യെസ് ഡോക്ടർ, നമ്മൾ തിരിച്ചു വരുമ്പം നേരത്തെ ഇപ്പം 2 പ്രേക്ഷകരും സൂചിപ്പിച്ച ഒരു കാര്യം നോട്ട് ചെയ്തത് യൂറിനൽ ഇഷ്യൂസ് ആണ്. അതെ. ഈ വേനൽക്കാലത്ത് സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസി കൂടുന്ന ഒരു വിഭാഗം അസുഖങ്ങൾ തന്നെയാണ് ഈ മൂത്രാശയ രോഗങ്ങൾ. പ്രത്യേകിച്ച് കാരണം നമ്മളെ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നത് തന്നെയാണ്. സാധാരണഗതിയിൽ കുടിക്കുന്ന വെള്ളം വെച്ചിട്ട് അത്ര മൂത്രം ശരീരത്തിൽ നിന്ന് കളയാൻ വേനൽക്കാലത്ത് ഉണ്ടാവില്ല. അതല്ലാത്ത ലോസസ് തന്നെ നമുക്ക് കൂടുതലായിരിക്കും. വിയർപ്പായിട്ട് നഷ്ടപ്പെടാം, നമ്മളെ ശ്വാസോച്ഛ്വാസത്തിലൂടെ കുറച്ച് വെള്ളം നഷ്ടപ്പെടാം. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ മൂത്രത്തിൻ്റെ അളവ് കുറയാം. മൂത്രത്തിൻ്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ഓവുചാലൊക്കെ ഉദാഹരണമായിട്ട് എടുക്കാം. നല്ല ഫ്ലോ ഉള്ള ഒരു ഓവുചാലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ കെട്ടി നിൽക്കാനുള്ള സാധ്യത ഒക്കെ കുറവാണ്. നല്ല ശുദ്ധമായ വെള്ളം ഒഴുകിക്കോളും. രണ്ടാമത്തേത്, അതിൽ വളരെ ഫ്ലോ കുറവാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് കെട്ടി നിൽക്കാനും മലിനപ്പെടാനും അതിൽ കൊതുകുകൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കൂടുതല. ഇതേ ഉദാഹരണമാണ് നമ്മളെ മൂത്രനാളിക്കുള്ളത്. അപ്പം നല്ല ഫ്ലോയിൽ ഒഴുകുന്ന ഒരു മൂത്രം നല്ല രീതിയിൽ പോകുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ അളവ് നല്ല കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നല്ല ഫ്ലോ ഉണ്ടാവും. അപ്പം മൂത്രത്തിൽ പഴുപ്പാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ തടയാം. രണ്ടാമത് ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊരു പ്രേക്ഷക വിളിക്കുന്നുണ്ട്. ശബനയാണ് വിളിക്കുന്നത് കണ്ണൂരിൽ നിന്ന്. ശബന, ചോദിച്ചോളൂ ഡോക്ടറോടാ. ഹലോ. ചോദിച്ചോളൂ. ഡോക്ടർ, ഈ മൂത്രത്തിലെ ഇൻഫെക്ഷൻ, ഈ ഫംഗസ് ഉള്ള ചൊറിച്ചിൽ ഭയങ്കര. അതെ. പിന്നെ എനിക്ക് ചെറിയ ഈ 2 തൊടയിലെടുത്ത് ഈ ചെറിയ ഇങ്ങനെ പാട് പോലെ ചൊറിച്ചിട്ട്. വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ വെള്ളത്തിന്റെ അളവൊന്നും നോക്കില്ല. പക്ഷെ ഈ ഫംഗസിനോ എന്നിടക്ക് ഭയങ്കര ചെറിയ സ്റ്റോണിന്റെ പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല. അത് ചിലപ്പോൾ നടുവിന്റെ സൈഡിൽ നിന്നും വേദന വരാം. ഇതിൽ നിങ്ങൾ പറഞ്ഞ 2-3 പ്രശ്നങ്ങൾ, ആ 3 പ്രശ്നങ്ങളും ഈ വേനൽക്കാലത്ത് കോമൺ ആയിട്ട് കാണുന്ന ഇഷ്യൂസ് തന്നെയാണ്.
അതിലുള്ള ഒന്ന് ഈ പിന്നെ ഈ ചൊറിച്ചിൽ, മൂത്ര ഒഴിക്കുന്ന ഭാഗത്തും അതിനോടനുബന്ധിച്ചൊക്കെ ഉള്ള ഒരു ഡെർമറ്റൈറ്റിസ് പോലുള്ള സംഭവങ്ങൾ ഈ സമയത്ത് കൂടുതൽ കാണാറുണ്ട്. 2 സിറ്റുവേഷനാണ്. ഒന്ന് ഒരു പിന്നെ വിയർപ്പ് കൂടുതലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ക്ലീനിങ്ങോ ഈ സമയത്ത് കൂടുതലായിട്ട് വിയർക്കാനൊക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരം കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഒക്കെ ഈ സമയത്ത് കൂടുതലായിരിക്കും. ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതൽ വിയർക്കുന്ന ഭാഗത്തെല്ലാം ഫംഗൽ ഇൻഫെക്ഷൻസും കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് പിന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ യൂറോളജിസ്റ്റിൻ്റെ ഒക്കെ ഒരു സേവനം തേടുന്ന നന്നായിരിക്കും. ഓയിൻമെൻറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യാം. ചില ഓറൽ മരുന്നുകളും നമ്മൾ ഗുളികളായിട്ട് കഴിക്കുന്ന മരുന്നുകളും അതിന് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചിട്ട് തന്നെ വേണം ഈ ഫംഗൽ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യാൻ. തടയാനും ഫർദർ കോംപ്ലിക്കേഷൻ കൂടുതലാവാതിരിക്കാനൊക്കെ ചെയ്യേണ്ടത് നമ്മളതിൻ്റെ ഹൈജീനിറ്റി കീപ്പ് ചെയ്യുക, നന്നായി വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ നല്ല സോപ്പ് തേച്ച് വിയർപ്പ് പോകത്തക്ക രീതിയിൽ കുളിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടൊരു കാര്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ നിങ്ങൾ പിന്നെ ഉന്നയിച്ച ഒരു പ്രശ്നം മൂത്രാശയ കല്ലുകളാണ്. അതും ഈ സിറ്റുവേഷനിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രത്യേകമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കോൺസെൻട്രേറ്റഡ് യൂറിൻ അഥവാ യൂറിന് കുറച്ചും കൂടിയും കാഠിന്യത്തോടു കൂടി ഒഴിക്കുമ്പോൾ അത് വെള്ളത്തിൻ്റെ അളവ് അതിൽ കുറയുമ്പോഴാണ് കല്ലുകൾ ഫോം ചെയ്യുന്നത്. അതിൽ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നല്ല കൂടുതൽ മൂത്രം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അതിൽ കലർന്ന് അതിൻ്റെ വഴിക്ക് പോയിക്കോളും. പക്ഷേ ഇത് വെള്ളത്തിൻ്റെ അളവ് ജലാംശം അതിൽ കുറയുമ്പോൾ ഇതെല്ലാം കോൺസെൻട്രേറ്റഡ് കല്ലായിട്ട് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി കല്ലുള്ള ഒരാളാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ കല്ലിൻ്റെ വലിപ്പം കൂടാനും കല്ലിൻ്റെ എണ്ണം കൂടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് വേനൽക്കാലം. അപ്പോൾ അതിന് ഒരു കാര്യം അതിനെ തടയാനും ചെയ്യാൻ പറ്റുക, നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ വലിപ്പം അതിൻ്റെ സൈറ്റ് എവിടെയാണ് അതുള്ളത് എന്നുള്ളതിനനുസരിച്ചൊക്കെയാണ് കൂടുതൽ ചികിത്സ അതിനുവേണ്ടി കൊടുക്കേണ്ടത്. അതിനൊരു സ്കാനോ അല്ലെങ്കിൽ യൂറോളജിസ്റ്റിൻ്റെ സേവനോ ഈ സമയത്ത് അത്യാവശ്യമായിട്ട് വരും. കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വെള്ളത്തിൻ്റെ അളവപ്പങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നിങ്ങൾ പറഞ്ഞല്ലോ, അളവിലൊന്നും ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. അളവ് ശ്രദ്ധിച്ചിട്ട് തന്നെ ഒരു 3 to 4 liters per day എന്നുള്ള രീതിയിൽ നന്നായി ഒന്ന് കുടിച്ചാൽ തന്നെ ഒരു പരിധി വരെ ഈ കല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകാം. ഡോക്ടർ, ഇപ്പം യൂറിനൽ ഇൻഫെക്ഷൻസ് ഒക്കെ എന്തുകൊണ്ടാണ് ഡോക്ടർ? അതെ, അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും വെള്ളത്തിൻ്റെ അളവ് മൂത്രത്തിൽ കുറവായതുകൊണ്ട് അവിടെ ബാക്ടീരിയക്കൊക്കെ അവിടെ പിടിച്ചു നിൽക്കാനും ഗ്രോത്തിനൊക്കെ ഉള്ള ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രിവെൻറ്റീവായിട്ട് ചെയ്യേണ്ടത് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി മൂത്രത്തിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ നല്ല ഒഴുക്കുണ്ടാവും. ഒന്ന്. രണ്ടാമത്തത് പിന്നെ ഈ പറഞ്ഞ വിയർപ്പൊക്കെ അതിനൊരു കാരണമാണ്. ഈ വിയർക്കുള്ള കൂടുതലുള്ള സമയത്ത് ഇതുവഴി മൂത്രത്തിൽ പഴുപ്പ് കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. കല്ലുകളുള്ള ആളുകളാണെങ്കിൽ ആ കല്ലിൻ്റെ എണ്ണവും കല്ലിൻ്റെ വലിപ്പമൊക്കെ ഈ സമയത്ത് ഈ പറഞ്ഞ കോൺസെൻട്രേറ്റഡ് യൂറിൻ വഴി കൂടാനുള്ള സാധ്യതയുണ്ട്. അതും ഇൻഫെക്ഷൻസിന് കാരണം ഉണ്ടാവാം. ഒരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ഏതെങ്കിലും ഒരു തരത്തിൽ കല്ലോ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അത് പഴുപ്പിലേക്ക് നയിക്കാം. പഴുപ്പ് ഉണ്ടായി കഴിഞ്ഞാലുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നല്ല കിടിലം കൂടെ പനി ഉണ്ടാവാം, നല്ല കടുത്ത പനി ഉണ്ടാവാം. 2 മൂത്രം ഒഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പിന്നെ ഫ്രീക്വൻസി കൂടാം, ചെറിയൊരു ബേണിങ് സെൻസേഷൻ, പുകച്ചിൽ ഫീൽ ചെയ്യാം. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂത്രത്തിൻ്റെ ഒരു ടെസ്റ്റ് നടത്തി നോക്കിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് വിഷയങ്ങളൊക്കെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ഡോക്ടർ, നമുക്ക് സമയം വരുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ഏതായാലും ഇത്രയും നേരം മീഡിയ വണ്ണോട് സഹകരിച്ചതിനും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിന് വളരെയധികം നന്ദി. സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ്. വേനൽക്കാല രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്തത്. അതിഥിയായി എത്തിയത് ഡോക്ടർ മുഹമ്മദ് ത്വയ്ബാണ്. കോൾ സെന്റർ പൂർണ്ണമാകുന്നു. ഇനി ഈവനിംഗ് എഡിഷൻ കാണാം. അമൃത പഠിക്കാനുണ്ടാകും. നമസ്കാരം.